അതെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് കോഴിമുട്ടയും ചിക്കനും ഒക്കെ കഴിച്ചു. ഇപ്പൊ എനിക്ക് എന്തോ ഒരു പൈൽസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു സംശയം. എന്തൊക്കെ സിംറ്റംസാണ് നിനക്കുള്ളത്? എനിക്ക് മോശം കറക്റ്റായിട്ട് പോകുന്നില്ല, അതുപോലെ ചൊറിച്ചിലുണ്ട്, ഒരു കട്ടുകഴപ്പ് തോന്നുന്നുണ്ട്, അതുപോലത്തെ ഒരു ബേണിംഗ് സെൻസേഷൻ തോന്നുന്നു. അതേപോലെ എനിക്ക് മോശം പോകുമ്പോൾ ചെറിയൊരു ഒരു സ്പോട്ടിങ് പോലെ ഒരു ബ്ലഡ് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സംശയം കറക്റ്റാ, പൈൽസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചിക്കനും മുട്ടയൊക്കെ കഴിച്ചു വെച്ചാൽ പൈൽസ് ഒക്കെ വരുമോ? ചിക്കനും മുട്ടയും കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ പ്രോട്ടീൻ്റെ അംശം കുറച്ച് കൂടുതലാണ്, അതേപോലെ തന്നെ ഫാറ്റും കുറവാണ്, ഫൈബർ ഒട്ടുമില്ല. അപ്പം ഇങ്ങനെ വരുമ്പം പ്രോട്ടീൻ കൂടിയതുകൊണ്ട് തന്നെ ഇതിനെ ദഹിപ്പിക്കാനായിട്ട് ശരീരത്തിന് കൂടുതലായിട്ട് എനർജി ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പം ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ചൂട് കൂടാൻ തുടങ്ങും, ബോഡി ഹീറ്റപ്പ് ആകും. നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെയൊക്കെയുള്ള ഞരമ്പുകൾ വീർക്കും, അവിടെ നീർക്കെട്ട് വരും. അങ്ങനെയാണ് ഇത് പൈൽസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് ശരീരം ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം കുറയും, വീണ്ടും മലബന്ധത്തിലേക്ക് പോകും. അതും പൈൽസിലേക്ക് എത്തിക്കാനുള്ള ഒരു റീസണാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫൈബർ കുറവായതുകൊണ്ട് തന്നെ വീണ്ടും അത് മലബന്ധം വരാനുള്ള ചാൻസ് ഉണ്ട്, അതും പൈൽസിലേക്ക് എത്തിക്കും. ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടയും ഇറച്ചിയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പച്ചക്കറി കൂടുതലായിട്ട് ആഡ് ചെയ്യണം. കാരണം അതിൽ ഫൈബർ ഉണ്ട്. അപ്പോൾ ദഹനം കുറച്ചും കൂടി ഈസി ആവും, മലബന്ധത്തിനോ പൈൽസിനുള്ള ചാൻസ് പിന്നെ അവിടെ ഉണ്ടാവില്ല. അതുപോലെ വെള്ളം നല്ലോണം കുടിക്കാനും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാൻ നന്നായിട്ട് പച്ചക്കറികൾ ആഡ് ചെയ്യണം അല്ലേ? ഇന്ന് മുതൽ ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം.